നമസ്തേ. കേരള മെഡിക്കൽ ആപ്ലിക്കേഷൻ 2024-25 അധ്യയന വർഷത്തിൽ MBBSൻ്റെയും BDSൻ്റെയും പ്രവേശനത്തിന് വേണ്ടിയുള്ള കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏപ്രിൽ 17 അവസാനിക്കും. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഏതാണ്ട് 13ഓളം മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി അങ്ങനെ 13 പ്രോഗ്രാമുകൾക്ക് പ്രവേശനം ലഭിക്കുന്നത് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴിയാണ്. പരീക്ഷ എഴുതേണ്ടത് മെയ് 5 നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റും. ഏപ്രിൽ 17 കേരള വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജൂൺ 14 നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ആ നീറ്റിൻ്റെ റിസൾട്ട് കേരളയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായി നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പരും റോൾ നമ്പറും കേരള വെബ്സൈറ്റിൽ ജൂൺ അവസാനത്തെ ആഴ്ചയിൽ എൻട്രി ചെയ്ത് കൊടുക്കണം. അങ്ങനെ നീറ്റിൻ്റെ മാർക്കിന് അനുസരിച്ചാണ് കേരളത്തിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന് കേരളത്തിലെ ഗവൺമെൻറ് MBBSനും സ്വകാര്യ MBBS കോളേജുകൾക്കുമൊക്കെ പ്രവേശനം ലഭിക്കുമ്പോൾ ക്രിസ്ത്യൻ, മുസ്ലിം മൈനോറിറ്റികൾക്കായിട്ട് സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് മൈനോറിറ്റി റിസർവേഷൻ? എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം? ഏത് റാങ്ക് വരെയുള്ളവർക്കാണ് കഴിഞ്ഞ വർഷം പ്രവേശനം ലഭിച്ചതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. കേരളത്തിൽ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളും 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുമാണുള്ളത്. 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, അതായത് കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, എറണാകുളം, മഞ്ചേരി, പാലക്കാട്, കോന്നി, ഇടുക്കി, കൊല്ലം പോലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മൈനോറിറ്റി റിസർവേഷൻ ഇല്ല. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ് 7 മുതൽ 8.5 ലക്ഷം വരെ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ടുള്ള മൈനോറിറ്റി സീറ്റ് റിസർവേഷൻ ഉള്ളത്. ഈ കോളേജുകളെ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിഗണിക്കാം. ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഏത് വിഭാഗത്തിൻ്റെ മേൽനോട്ടത്തിലാണോ അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയാണോ അതിൻ്റെ ഓണർഷിപ്പ്, അവരുടെ സമുദായത്തിനാണ് 35% സീറ്റുകൾ അനുവദിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 7 മെഡിക്കൽ കോളേജുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിനും 6 മെഡിക്കൽ കോളേജുകൾ മുസ്ലിം വിഭാഗത്തിനും മൈനോറിറ്റി റിസർവേഷൻ ലഭിക്കും. അൽ അസർ മെഡിക്കൽ കോളേജ് മുസ്ലിം മൈനോറിറ്റി കോളേജാണ്. 35% സീറ്റുകൾ 7 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് അൽ അസറിൽ ലഭിക്കും. അമല മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ മൈനോറിറ്റി മെഡിക്കൽ കോളേജാണ്. അവിടെ 35% സീറ്റുകൾ 7.5 ലക്ഷം വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രം ലഭിക്കും. 2018 വരെ യാക്കോബയ, മലങ്കര, കാത്തലിക്സ്, റോമൻ കാത്തലിക്സ്, ഓർത്തഡോക്സ് അങ്ങനെ ക്രിസ്ത്യൻ്റെ തന്നെ പലവിധ വിഭാഗങ്ങൾക്കായിട്ട് ഈ സീറ്റുകൾ വിഭജിച്ച് നൽകിയിരുന്നെങ്കിലും 2018 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും ഒരുമിച്ച് കാണണമെന്നും ഓൾ ക്രിസ്ത്യൻ എന്നുള്ള കാറ്റഗറിയിൽ മാത്രമേ 7 ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നൽകാവൂ എന്നും വിധിന്യായത്തിൽ പ്രസ്താവിച്ചതോടുകൂടി എല്ലാ ക്രിസ്ത്യൻസിനെയും ക്രിസ്ത്യൻ എന്ന് കാണിക്കുന്ന ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ മൈനോറിറ്റി സ്റ്റാറ്റസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ക്രിസ്ത്യൻ്റെ 7 മെഡിക്കൽ കോളേജുകളിലും ഏത് ക്രിസ്ത്യൻസിനും ഓൾ ക്രിസ്ത്യൻ എന്ന വിഭാഗത്തിൽ മൈനോറിറ്റി സീറ്റ് 7.5 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് ലഭിക്കുന്നതാണ്. അസീസിയ മെഡിക്കൽ കോളേജ് കൊല്ലം, അത് മുസ്ലിം വിഭാഗത്തിനാണ്, മുസ്ലിം മൈനോറിറ്റി ഉള്ളതാണ്. ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ വിഭാഗത്തിനാണ്, ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റ് ഉള്ളതാണ്. മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഒരു വ്യക്തിയുടെയാണ്, അവിടെ പ്രത്യേകിച്ച് മൈനോറിറ്റി സീറ്റുകളില്ല, അവിടെ നോർമൽ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻ വിഭാഗത്തിനോ മുസ്ലിം വിഭാഗത്തിനോ പ്രത്യേകിച്ച് മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റും സംവരണം ചെയ്യപ്പെട്ടിട്ടില്ല. MES മെഡിക്കൽ കോളേജ് മുസ്ലിം മൈനോറിറ്റി സീറ്റുള്ള കോളേജാണ്. ഗോകുലം മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയോ മുസ്ലിം വിഭാഗത്തിൻ്റെയോ അല്ലാത്ത അതൊരു വ്യക്തിയുടെ ആയതുകൊണ്ട് അവിടെ മൈനോറിറ്റി സീറ്റ് റിസർവേഷൻ ഇല്ല. ജൂബിലി മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ വിഭാഗത്തിനുള്ളതാണ്, അതുകൊണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷ കോളേജാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിന് അവിടെ മൈനോറിറ്റി സീറ്റ് ഉണ്ട്. KMCT മെഡിക്കൽ കോളേജ് മുസ്ലിം വിഭാഗത്തിൻ്റെയാണ്, അതിന് മുസ്ലിം മൈനോറിറ്റി സീറ്റ് അവിടെ അവൈലബിൾ ആണ്. PK ദാസ് മെഡിക്കൽ കോളേജിനകത്ത് മൈനോറിറ്റി കോളേജ് അല്ല, ക്രിസ്ത്യൻ വിഭാഗത്തിനോ മുസ്ലിം വിഭാഗത്തിനോ അവിടെ മൈനോറിറ്റി സീറ്റുകൾ പ്രത്യേകമായിട്ട് ഇല്ല. കരുണ മെഡിക്കൽ കോളേജ് മുസ്ലിം വിഭാഗത്തിനാണ്, അവിടെ മുസ്ലിം മൈനോറിറ്റി സീറ്റുകളുണ്ട്. മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗത്തിനാണ്, ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ഉണ്ട്. മലബാർ മെഡിക്കൽ കോളേജ് യാതൊരുവിധ റിസർവേഷനും ഇല്ലാത്ത വിഭാഗത്തിൻ്റെയാണ്, അതുകൊണ്ട് അവിടെ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ സീറ്റുകൾ ഉണ്ടാവുകയില്ല. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ കോളേജാണ്, അവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സംവരണമുണ്ട്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ ന്യൂനപക്ഷമുള്ള കോളേജാണ്, ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റുകളുണ്ട്.
ശ്രീനാരായണ മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ മുസ്ലിം സംവരണമില്ല. അവിടെ OBC സംവരണമുണ്ട്. നോൺ ക്രിമിലെയർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കോളേജുകളിലും ഉണ്ട്. ഗവൺമെൻറ് കോളേജുകളിലും OBC നോൺ ക്രിമിലെയർ അനുസരിച്ച് റിസർവേഷൻ ഉണ്ട്. നമ്മൾ സംസാരിക്കുന്നത് മൈനോറിറ്റി റിസർവേഷനെ കുറിച്ചാണ്. ശ്രീനാരായണയിൽ മൈനോറിറ്റി റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. സോമർവെൽ മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ വിഭാഗത്തിനാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റുകളുണ്ട്. SUT മെഡിക്കൽ കോളേജ് ജനറൽ വിഭാഗത്തിൻ്റെയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റി വിഭാഗത്തിന് പ്രത്യേകിച്ചൊരു സീറ്റുകൾ അവിടെ ഇല്ല. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് മുസ്ലിം വിഭാഗത്തിൻ്റെയാണ്. അവിടെ മുസ്ലിം മൈനോറിറ്റി സീറ്റുകളുണ്ട്. അങ്ങനെ 7 കോളേജുകളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിന് മൈനോറിറ്റി സീറ്റ് ഉള്ളത്. 6 മുസ്ലിം മെഡിക്കൽ കോളേജുകളിൽ മുസ്ലിം മൈനോറിറ്റി സീറ്റുകൾക്കും നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ OEC വിഭാഗത്തിന് ഇവിടെ മുഴുവൻ ഫീസും കൊടുക്കേണ്ടതായി വരും. OEC വിഭാഗം നോർമൽ സീറ്റുകളാണ് ഈ കോളേജുകളിൽ എടുക്കുന്നതെങ്കിൽ യാതൊരുവിധ ട്യൂഷൻ ഫീസും കൊടുക്കേണ്ടതായിട്ടില്ല. എന്നാൽ അവർക്ക് ന്യൂനപക്ഷ സീറ്റുകൾ കുറച്ച് കോളേജുകളിലുണ്ട്. ഇപ്പോൾ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗം OEC ആണെന്നെങ്കിൽ അവർക്ക് ക്രിസ്ത്യൻ കോളേജുകളിൽ മൈനോറിറ്റി സീറ്റ് കൊടുത്താൽ മുഴുവൻ ഫീസുകളും അടയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ OEC, ധീവര, SC, ST വിഭാഗങ്ങൾ ഈ 19 കോളേജുകളിലും NRI സീറ്റുകൾക്ക് അപേക്ഷിക്കുകയാണെങ്കിലും 21 ലക്ഷം രൂപ വാർഷിക ഫീസ് നൽകേണ്ടതായി വരും. ഈ മൈനോറിറ്റി സീറ്റ് റിസർവേഷൻ കിട്ടുവാനായിട്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതോ നേരിട്ട് എഴുതി മേടിക്കുന്നതോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നോൺ ക്രിമിലെയർ വിഭാഗത്തിൽപ്പെട്ട ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, ലാറ്റിൻ കാത്തലിക്സ് എന്നിവർ അതേ കോളത്തിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും ക്രിസ്ത്യൻ സംവരണം ലഭിക്കും. ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ TCയോ അതുപോലുള്ള ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ID പ്രൂഫിൽ ക്രിസ്ത്യൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റും മൈനോറിറ്റി സർട്ടിഫിക്കറ്റായി അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. മുസ്ലിം വിഭാഗത്തിന് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് മാത്രം സമർപ്പിച്ചാൽ OBC റിസർവേഷനും അതോടൊപ്പം തന്നെ മൈനോറിറ്റി റിസർവേഷനും കിട്ടും. 2 കോളത്തിലും ഒരേ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നോൺ ക്രിമിലെയർ ലഭിക്കാത്ത മുസ്ലിം വിഭാഗങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മുസ്ലിം കോളേജുകളിൽ മൈനോറിറ്റി റിസർവേഷൻ ലഭിക്കുന്നതാണ്. ഏതാണ്ട് 7 മുതൽ 8.5 ലക്ഷം രൂപ വരെയാണ് വിവിധ കോളേജുകളിലെ ഫീസ്. ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ 7 കോളേജുകളിലും 7.5 ലാക്സ് പെർ ഇയർ ആണ് മൈനോറിറ്റി സീറ്റുകളുടെ ഫീസ്. 2023 3ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഓരോ മൈനോറിറ്റി വിദ്യാർത്ഥികൾക്കും ഏത് കോളേജിൽ വരെ പ്രവേശനം കിട്ടിയെന്ന് നോക്കിയാൽ അൽ അസർ മെഡിക്കൽ കോളേജ് മുസ്ലിം മൈനോറിറ്റി സീറ്റാണ്. ജനറൽ വിഭാഗത്തിന് 9760 കേരള മെഡിക്കൽ റാങ്ക് വരെയും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 10438 വരെ OBCക്ക് അനുസരിച്ചും പ്രവേശനം കിട്ടിയപ്പോൾ മുസ്ലിം മൈനോറിറ്റി ആയതുകൊണ്ട് 12109 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ളവർക്ക് അൽ അസർ മെഡിക്കൽ കോളേജിൽ 3ാം ഘട്ട അലോട്ട്മെൻറ്റിൽ തന്നെ 7 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് MBBS പ്രവേശനം സാധ്യമായി. അമല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോർമൽ കേരള മെഡിക്കൽ റാങ്ക് 2472 വരെയുള്ളവർക്ക് 7.5 ലക്ഷത്തിന് MBBS കിട്ടിയപ്പോൾ ക്രിസ്ത്യൻ വിഭാഗമായതുകൊണ്ട് ഓൾ ക്രിസ്ത്യൻ എന്ന വിഭാഗത്തിൽ 6682 കേരള മെഡിക്കൽ റാങ്ക് വരെ 3ാം റൗണ്ടിൽ MBBSന് 7.5 ലാക്സ് പെർ ഇയറിന് കിട്ടി. ജനറലിന് 2472 കിട്ടിയപ്പോൾ ക്രിസ്ത്യൻ ആയതുകൊണ്ട് 6682 വരെ അമലയിൽ 3ാം ഘട്ടത്തിൽ പ്രവേശനം ലഭിച്ചു. അസീസിയ മെഡിക്കൽ കോളേജ് മുസ്ലിം മൈനോറിറ്റിയാണ്. 7983 കേരള മെഡിക്കൽ റാങ്കിന് ജനറൽ സ്റ്റേറ്റ് മെറിറ്റ് തീർന്നപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് 10863 വരെയും ബിലീവേഴ്സ് ക്രിസ്ത്യൻ വിഭാഗമാണ്. 3910 കേരള മെഡിക്കൽ റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയതെങ്കിൽ ക്രിസ്ത്യൻ ആയതുകൊണ്ട് 10395 ഓൾ ക്രിസ്ത്യൻ 10395 വരെ പ്രവേശനം ലഭിച്ചു. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് സംവരണ മൈനോറിറ്റി കോളേജ് അല്ല. MES മെഡിക്കൽ കോളേജിലെ മുസ്ലിം സംവരണമുണ്ട്. ജനറൽ 3383 വരെയും മുസ്ലിം OBC 3450 വരെയും പ്രവേശനം ലഭിച്ചപ്പോൾ മുസ്ലിം മൈനോറിറ്റി 5577 വരെ പ്രവേശനം ലഭിച്ചു. ഗോകുലം മെഡിക്കൽ കോളേജിൽ മൈനോറിറ്റി സീറ്റ് ഇല്ല. ജൂബിലി മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 2116 വരെയും ക്രിസ്ത്യൻ എന്നുള്ള ഓൾ ക്രിസ്ത്യൻ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതുകൊണ്ട് 5709 വരെയുള്ള ക്രിസ്ത്യൻസിന് മൈനോറിറ്റി സീറ്റ് 7.5 ലാക്സിൽ ജൂബിലി മെഡിക്കൽ കോളേജിൽ MBBSന് കഴിഞ്ഞ വർഷം 3ാം ഘട്ട അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിച്ചു. KMCT മെഡിക്കൽ കോളേജിൽ
6309 വരെയുള്ളവർക്ക് സ്റ്റേറ്റ് മെറിറ്റിലും, മുസ്ലിം OBC 6615 വരെയും, മുസ്ലിം മൈനോറിറ്റിയിൽ 8161 വരെയും പ്രവേശനം ലഭിച്ചു. PK ദാസ് ജനറൽ സ്റ്റേറ്റ് മെറിറ്റാണ്, അവിടെ മൈനോറിറ്റി സംവരണം ഇല്ല. കരുണ മെഡിക്കൽ കോളേജിൽ 8934 കേരള മെഡിക്കൽ റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ്, OBC NCL 9558, മുസ്ലിം മൈനോറിറ്റി 12241. മലങ്കര ഓർത്തഡോക്സ് 2788 സ്റ്റേറ്റ് മെറിറ്റ്, ക്രിസ്ത്യൻ വിഭാഗത്തിന് 8565. മലബാർ മെഡിക്കൽ കോളേജ് 6954 സ്റ്റേറ്റ് മെറിറ്റ്, അവിടെ വേറെ മൈനോറിറ്റി സീറ്റ് ഇല്ല. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്, 9637 വരെ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയപ്പോൾ ക്രിസ്ത്യൻസിന് 14759 വരെ, ഓൾ ക്രിസ്ത്യൻ 14,759 വരെയുള്ളവർക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിന് അവിടെ MBBS സീറ്റ് 7.5 lakhs ലഭിച്ചു. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് 3202 സ്റ്റേറ്റ് മെറിറ്റ്, ക്രിസ്ത്യൻസിന് 9627 വരെ, ഓൾ ക്രിസ്ത്യൻസിന് മൈനോറിറ്റി സീറ്റിൽ പ്രവേശനം ലഭിച്ചു. ശ്രീനാരായണ മെഡിക്കൽ കോളേജിന് പ്രത്യേകിച്ച് മൈനോറിറ്റി റിസർവേഷൻ ഇല്ല. സോമർവെൽ മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്, 6758 വരെ സ്റ്റേറ്റ് മെറിറ്റിലും, ഓൾ ക്രിസ്ത്യൻസിന് 13353 വരെയും പ്രവേശനം ലഭിച്ചു. SUT അക്കാഡമി പ്രത്യേകിച്ച് മൈനോറിറ്റി കോളേജ് അല്ല. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് മുസ്ലിം മൈനോറിറ്റിയാണ്, 5645 സ്റ്റേറ്റ് മെറിറ്റ്, OBC NCL 5776, മുസ്ലിം മൈനോറിറ്റി 9340 വരെയുള്ളവർക്ക് മുസ്ലിം മൈനോറിറ്റിയിലും പ്രവേശനം ലഭിച്ചു. ക്രിസ്ത്യൻ എന്ന് കാണിക്കുന്ന ഏത് രേഖയും നമുക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അതല്ല എന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വില്ലേജ് ഓഫീസറുടെയോ തഹസീൽദാരുടെയോ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം. അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ നിന്ന് ഈ പേജ് ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസറിൽ നിന്നോ തഹസീൽദാരിൽ നിന്നോ മേടിക്കാം. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നോ തഹസീൽദാരിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാലും നമുക്ക് മുസ്ലിം മൈനോറിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റ് കിട്ടും. OBC NCL ഉള്ള കുട്ടികൾ OBC NCL അപ്ലോഡ് ചെയ്താൽ മതിയാകും. കേരളത്തിലെ മെഡിക്കൽ പ്രവേശനത്തിന് നമുക്കൊരു സീറ്റ് ഉറപ്പിക്കുവാനായിട്ട് ധാരാളം റിസർവേഷനുകളുണ്ട്. അതിൽ ഒന്നായ മൈനോറിറ്റി റിസർവേഷനെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിന് സമർപ്പിക്കേണ്ട രേഖകളെക്കുറിച്ചുമാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.